മുതിർന്ന CPI നേതാവ് കെ ഇസ്മയിലിനെ സസ്പെൻഡ് ചെയ്യും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്തെ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ ഈ തീരുമാനം വരുന്നു. പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരസ്യ പ്രതികരണങ്ങളുടെ പേരിലാണ് നടപടി. ഈ നടപടി വരുന്നതോടൊപ്പം തന്നെ എന്ത് സന്ദേശമാണ് CPI നൽകാൻ ആഗ്രഹിക്കുന്നത്? ക്രിസ്റ്റിന, ഗുഡ് ഈവനിങ്. CPIയുടെ മുതിർന്ന നേതാവും മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ കെ ഇസ്മയിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ ശേഷം വീണ്ടും എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. നേരത്തെ പുറത്താക്കണം നടക്കുള്ള ധാരണയാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായെങ്കിലും കെ ഇസ്മയിലിനെ പാർട്ടിയുടെ വൃത്തത്തിനകത്ത് തന്നെ നിർത്തിക്കൊണ്ടുള്ള നടപടി മതി എന്ന ഒരു നിർദ്ദേശം ഉയർന്നു വന്നു. അതനുസരിച്ചാണ് ഇസ്മയിലിനെതിരെ പുറത്താക്കുന്ന പോലുള്ള കർശന നടപടിയിലേക്ക് പോകാത്തത്. CPIയുടെ ഭരണഘടന പ്രകാരം ഏറ്റവും കർശനമായ അച്ചടക്ക നടപടികളിൽ ഏറ്റവും രണ്ടാമത്തേതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി. പുറത്താക്കലാണ് ഏറ്റവും കടുത്ത നടപടി. അതിന് തൊട്ട് താഴെയുള്ള നടപടിയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യൽ. പാർട്ടി അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യൽ. ഇപ്പോൾ സസ്പെൻഷനാണുള്ള നിർദ്ദേശമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുന്നത്. മിക്കവാറും സസ്പെൻഷൻ എന്നുള്ള നിർദ്ദേശം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഈ കെ ഇസ്മയിലിനെ സസ്പെൻഡ് ചെയ്യും. ഒരു കാലത്ത് CPIയുടെ സംസ്ഥാന നേതൃനിരയിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു കെ ഇസ്മയിൽ. അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. എന്നാൽ പി രാജുവിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളുടെയും നടത്തിയ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എറണാകുളത്തെ CPIയുടെ ജില്ലാ കൗൺസിൽ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇസ്മയിലിനോട് വിശദീകരണം തേടാൻ കഴിഞ്ഞ 7 ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. ഇന്ന് ഇസ്മയിലിൻ്റെ വിശദീകരണം ചർച്ച ചെയ്താണ് സസ്പെൻഷൻ വേണമെന്ന നിർദ്ദേശത്തിലേക്ക് എത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം അന്തിമ തീരുമാനം വരും. ഇസ്മയിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത. എന്നാൽ പുറത്താക്കൽ പോലും നടപടി സ്വീകരിച്ചാൽ ഇസ്മയിലിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും അദ്ദേഹം മറ്റു പ്രതികരണങ്ങൾ നടത്തുമോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയുടെ അകത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് CPI ഇപ്പോൾ നീങ്ങുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പോലും പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. അപ്പോൾ അന്ന് പി രാജുവിൻ്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് കുടുംബം നടത്തിയ ഒരു പ്രതികരണം, അതിനുശേഷമാണ് ഇദ്ദേഹം അത് സപ്പോർട്ട് ചെയ്ത് അത് ശരിവെക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി വരുമെന്നുള്ളത്. പക്ഷേ സസ്പെൻഷനിലേക്കൊക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കർശനമായ നടപടി തന്നെയല്ലേ? തീർച്ചയായും CPIയുടെ ഈ പി രാജുവിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാനുള്ള പാർട്ടി എറണാകുളത്തെ ജില്ലാ കൗൺസിൽ ഓഫീസിൽ, അവിടെയാണ് പി രാജു ജില്ലാ സെക്രട്ടറി ആയിരുന്ന സ്ഥലം, അവിടെ പൊതുദർശനത്തിന് വെക്കാൻ പാർട്ടി ആഗ്രഹിച്ചിരുന്നെങ്കിലും ബന്ധുക്കൾ അതിനെ എതിർത്തു. അതിന് കാരണം പി രാജുവിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചൊരു നടപടി എടുത്തിരുന്നു. എന്നാൽ ആ നടപടി പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൺട്രോൾ കമ്മീഷന്റെ പരാതിയിൽ കൺട്രോൾ കമ്മീഷൻ പി രാജുവിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നൽകിയ സംഭാവനകളും പരിഗണിച്ച് നടപടി ലഘൂകരിക്കണം എന്നായിരുന്നു തീരുമാനമെടുത്തത്. എന്നാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കണം എന്ന തരത്തിലുള്ള അദ്ദേഹം നടപടി റദ്ദാക്കണം എന്ന തരത്തിലുള്ള പ്രതികരണമാണ് കെ ഇസ്മയിൽ നടത്തിയത്. കെ ഇസ്മയിലിൻ്റെ ഈ പ്രതികരണം ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന വിവാദത്തോടൊപ്പം വലിയ തോതിൽ പാർട്ടിക്ക് CPIക്ക് ക്ഷീണമുണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്തെ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിനെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. അതായത് പാർട്ടിക്ക് അതീതരല്ല ആരും എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകാൻ CPI ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും പാർട്ടി സമ്മേളന കാലത്ത് ഇസ്മയിലിനെ പോലൊരു നേതാവിനെതിരെ നടപടിയെടുക്കുന്നത് വലിയ തരത്തിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒരു കാലത്ത് CPI അക്ഷരാർത്ഥത്തിൽ അടക്കി ഭരിച്ച നേതാവായിരുന്നു CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ കെ ഇസ്മയിൽ. അതുകൊണ്ട് തന്നെ ഇസ്മയിലിനെതിരായ നടപടി പാർട്ടിക്കകത്ത് ആരും പാർട്ടിക്ക് അതീതരല്ല എന്ന സന്ദേശം ആണ് ഇതിലൂടെ CPI നൽകാൻ ആഗ്രഹിക്കുന്നത്.